നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു മരുന്ന് വാങ്ങാനോ ഒരു ഗുളിക വാങ്ങേണ്ട പോകേണ്ട ആവശ്യമില്ല. ഇവിടെ സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ നല്ല കുട്ടികളാണ് അവർ. ഇബ്രാഹിം എന്ന് എൻ്റെ പേര്. ഞാൻ ഈ ഊരവേദന ആയിട്ട് 4-5 മാസമായി. ഇങ്ങനെ പല ഡോക്ടർമാരായിട്ട് പോകും. പോകുന്നവരടുത്തൊക്കെ ഒരു മാസം 2 മാസം മരുന്ന് കുടിക്കും. പിന്നെയും ചെല്ലും, ഓരോരുത്തർക്ക് പിന്നെയും ചെല്ലും. പിന്നെ എന്നോട് പറഞ്ഞു ജസ്റ്റ് MR സ്കാനിങ് എടുത്തോണ്ട് പോവേന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ഥലത്തേക്ക് പോയപ്പോൾ 2 ഡോക്ടർമാരും പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല വെച്ചാൽ EMS പോയി കണ്ട് കാണിച്ചു. അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. അങ്ങനെ ഉണ്ടപ്പോൾ നമ്മളൊരു ബന്ധുവാണ്. ബന്ധു പറഞ്ഞാൽ വാപ്പാൻ്റെ പെങ്ങളെ കുട്ടിയാവും. ഓനോട് ഈ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട. അപ്പോൾ ഞാനേ അങ്ങോട്ട് വരാൻ എൻ്റെ ഫയലുകളൊക്കെ ഒന്ന് നോക്കാട്ടെ എന്നാണ്. ഫയലൊക്കെ നോക്കി നോക്കുമ്പോൾ പറഞ്ഞു നമുക്ക് ഇൻഷുറൻസ് കടലാസ് എൻ്റെ കണ്ടു പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസിന് പല സ്ഥലത്തേക്കും വിളിച്ചു. അപ്പോൾ ഇൻഷുറൻസ് നിർത്തിക്കൊന്നുമില്ല. അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് ഈ നാടകം മരുന്നുണ്ട് അതൊന്ന് നോക്കിയാലും ചോദിച്ചു. ഒരു കുഴപ്പമില്ല നോക്കാം. അച്ഛൻ എങ്ങനെയും പറഞ്ഞു ഒന്ന് നീച്ച് നടന്നാൽ മതി കുട്ടിയെ എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ ഞാൻ വിളിച്ചോക്കട്ടെ കണ്ടോ ഇങ്ങോട്ട് വിളിച്ചു. അവൻ്റെ ഒരു ഡോക്ടർ അവൻ്റെ സ്നേഹിൻ്റെ എന്നാണ് തോന്നുന്നു. ഇവിടെ എനിക്ക് വരുമ്പോൾ ഈ വണ്ടിക്ക് കയറാൻ തന്നെ ഞാൻ കൈ കുത്തിയിട്ട് കുമ്പിട്ടിട്ടാണ് കയറുന്നത്. ഇവിടെ വന്ന് ഡോക്ടറൊക്കെ എൻ്റെ ഫയലുകളൊക്കെ നോക്കി. അപ്പോൾ പറഞ്ഞു ഒരു 7 ദിവസം നമുക്കൊരു ഇച്ചിരി നടത്താം, അപ്പോൾ നമുക്ക് നോക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന അവസ്ഥക്ക് വളരെ ഇതായിരുന്നു. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു മരുന്ന് വാങ്ങാനോ ഒരു ഗുളിക വാങ്ങേണ്ട പോകേണ്ട ആവശ്യമില്ല. ഇവിടെ സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ നല്ല കുട്ടികളാണ് അവർ. നേരത്തെ നമുക്ക് 10 മണിക്ക് ചായ, ഉച്ചക്കൊരു ചോറ് ഒക്കെ അവിടെ കൊടുന്ന് നമ്മൾ ഒന്നും അറിയണ്ട. മേശപ്പുറത്ത് വെക്കും. നമ്മളെ ചോറ് കഴിച്ച് പാത്രം ഒന്ന് കഴുകി വെക്കുക, അത് മാത്രം. നല്ല വൃത്തിയാണ് ആശുപത്രി എന്നാണ് നമുക്ക് പറയേണ്ടത്. എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.